ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ ഒരു കൊള്ളയെക്കുറിച്ചാണ്. അത് ലോട്ടറി എന്ന് പറയുന്ന ഒരു കൊള്ളയുണ്ട്. സത്യത്തിൽ അധ്വാനിക്കാതെ ജീവിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ചില ആൾക്കാർ ഈ ലോട്ടറി എടുക്കാൻ പോകുന്നത്. പക്ഷേ ഈ ലോട്ടറി എന്ന് പറയുന്നത് ഒരു വലിയ തട്ടിപ്പാണ്. ഇതിനകത്ത് ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഒന്നാമത്തെ തട്ടിപ്പെന്ന് പറയുന്നത്, ഈ ലോട്ടറി കിട്ടുന്ന ആൾക്ക് ഫുൾ പൈസ കൊടുക്കണം. അത് ഈ സംസ്ഥാന സർക്കാർ കൊടുക്കില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇത്ര % കൊടുക്കുന്നു, അതിനകത്തൊരു നികുതി വേറെ പിടിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ തട്ടിപ്പാണ്, വലിയ ചൂഷണമാണ്. കുറേ പൊട്ടന്മാരായ മനുഷ്യന്മാർ ഇത് പോയി എടുക്കും. കാരണം അധ്വാനിക്കാൻ കഴിയില്ല, ശരീരം അനങ്ങി ശരീരം ഇളകി അധ്വാനിക്കാൻ കഴിയില്ല. അതിനാണ് ലോട്ടറി വിറ്റ് നടക്കുന്നത്. ശരിയല്ലേ? ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ മുഴുവനും പൈസ കിട്ടും. സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും? ഇത് ശുദ്ധ തട്ടിപ്പും. ലോട്ടറി അടിച്ചിട്ട് ആരെങ്കിലും നന്നായ ചരിത്രം കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ എപ്പോഴും വീഡിയോയിൽ വന്ന് സംസാരിക്കാറുള്ളൂ, അല്ലേ? അധ്വാനിക്കാൻ കഴിയാലോ ചില മനുഷ്യർക്ക്. ദേഹം അനങ്ങി അധ്വാനിച്ച് ശരീരം വേർത്ത് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ന്യായമായ കാര്യം. ഇത് അധ്വാനിക്കാൻ കഴിയും. രാവിലെ കുറച്ച് ലോട്ടറി കൊണ്ട് കുറേ പേരങ്ങ് ഇറങ്ങും. അലക്കോ ഇല്ല, കുളിക്കോ ഇല്ല, വൃത്തിയില്ല, പല്ലും തേക്കില്ല, കുറേ മദ്യപിച്ച്, കുറേ കുറേ സിഗരറ്റും വെച്ച്, ആൻസും വെച്ച്, പാൻപരാഗും വെച്ച് ലോട്ടറി വയ്ക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പൊട്ടരായ കുറേ ആൾക്കാർ ഇതങ്ങ് പോയി എടുക്കുകയും ചെയ്യും. ഇപ്പം അങ്ങ് കിട്ടും, ഞാനെന്തോ കോടീശ്വരൻ. ഒന്നും ആകിയല്ല. ഏറ്റവും വലിയ തട്ടിപ്പാണ്. മദ്യം പോലെ തന്നെ ഒരു തട്ടിപ്പാണ് ലോട്ടറി. ഈ ലോട്ടറി അടിക്കുന്ന ആൾക്ക് അത് കൊടുക്കാനുള്ള ഒരു ഇത് സംസ്ഥാന സർക്കാർ ലോട്ടറി കിട്ടുന്ന പൈസ മുഴുവൻ കൊടുക്കണ്ടേ? അതൊട്ട് കൊടുക്കല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിദേശ രാജ്യങ്ങളിലൊക്കെ ലോട്ടറി ഉണ്ട്, അവിടെ കിട്ടുന്ന മുഴുവനും പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സർക്കാരിന് ചെയ്യാം, ജനങ്ങളെ കൊള്ളയടിക്കുക, ഞെക്കിപ്പിഴിയുക. പാവപ്പെട്ടവരെന്നോ ജീവിക്കാൻ കഴിവില്ലാത്തവരെന്നൊന്നും ഇല്ല. എങ്ങനെയെങ്കിലും കൊള്ളയടിച്ച് ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് ലോട്ടറി വിറ്റും മദ്യം വിറ്റും എങ്ങനെ ആയിക്കോട്ടെ സുഖസുന്ദരമായ ജീവിതം നയിക്കുക. വലിയ കൊള്ള, വലിയ തട്ടിപ്പ്. ഒരാൾ ലോട്ടറി എടുക്കരുത്. ഞാൻ അതേ പറയുള്ളൂ. അധ്വാനിച്ച് ജീവിക്കുക, അധ്വാനിച്ചുണ്ടാക്കുക. അതാണ് സംതൃപ്തി, അതാണ് സമാധാനം, അതാണ് ഐശ്വര്യം.